ഇതിഹാസത്തിൻ്റെ നിർവചനം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശസമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത്തെ. ഇതാണ് ഇതിഹാസത്തിൻ്റെ നിർവചനം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവ എങ്ങനെയാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഭൂതമാക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന ഉപദേശാത്മകമായ ചരിത്രത്തിൻ്റെയും കഥയുടെയും ആവിഷ്കാരത്തെയാണ് ഇതിഹാസം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോഴിതിൽ ധർമ്മശാസ്ത്രം വരും, അർത്ഥശാസ്ത്രം വരും, മോക്ഷശാസ്ത്രം വരും. ഇതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന ദർശനങ്ങളും മഹാഭാരതത്തിൻ്റെ കഥ ഉൾക്കൊള്ളുന്നു. ഇത് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആവിഷ്കരിക്കുന്നത്. ഒരു ദേശചരിത്രത്തിൻ്റെ, ഒരു രാജ്യചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആവിഷ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതാണ് പൂർവവൃത്തം. പൂർവവൃത്തം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഓഫ് ദ കൺട്രി, ഹിസ്റ്ററി ഓഫ് ദ നേഷൻ, ഹിസ്റ്ററി ഓഫ് ദ പീപ്പിൾ, ഹിസ്റ്ററി ഓഫ് ദ കൾച്ചർ, ഇതെല്ലാം അതിൽ വരും. ഇപ്പോൾ രാജ്യത്തിൻ്റെ ചരിത്രം വരും, രാജാക്കന്മാരുടെ ചരിത്രം വരും, ജനതയുടെ ചരിത്രം വരും, സംസ്കാരത്തിൻ്റെ ചരിത്രം വരും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ജനതയുടെ സമഗ്രമായ ചിന്താമണ്ഡലത്തെയും വ്യാപാരമണ്ഡലത്തെയും ജീവിതത്തെ മുഴുവനും സാകല്യേന അവതരിപ്പിക്കുക എന്നതാണ് ഇതിഹാസത്തിൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ അവതരിപ്പിക്കുന്നത് അതിൻ്റെ ലക്ഷണവുമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയുടെ ഉപദേശത്തോടു കൂടിയതേതോ അത് ഇതിഹാസം. അത് മാത്രം പോരാ, രാജ്യത്തിൻ്റെ ചരിത്രവും വേണം. അതാണ് പൂർവവൃത്തം. പൂർവവൃത്തം ഹിസ്റ്ററിയാണ്. ഇപ്പോൾ പൂർവവൃത്തം വേണമെന്ന് പറയുമ്പോൾ അതിലെ കഥാനായകൻ ജീവിച്ചിരുന്ന ആളായിരിക്കണം. അപ്പോൾ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന ആളാണോ കൽപ്പിത കഥാപാത്രമാണോ എന്ന ചോദ്യം ഈ നിർവചനത്തോടുകൂടി തന്നെ അസ്തമിച്ചു പോകുന്നു. കാരണം ചരിത്രപുരുഷനെയേ ഇതിഹാസത്തിൽ കഥാപാത്രമാക്കാൻ പാടുള്ളൂ. പൂർവവൃത്തം എങ്ങനെയാണ് പൂർവവൃത്തത്തെ ഇതിൽ അവതരിപ്പിക്കേണ്ടത്? കഥായുക്തം, കഥയോടുകൂടി വേണം. കഥ എന്ന് പറയുന്നത് ഫിക്ഷൻ ആണ്. അപ്പോൾ ഭാവനാത്മകമായ സംഭവ പരമ്പരകളുടെ കൂട്ടിച്ചേർക്കലോടുകൂടി പൂർവവൃത്തത്തെ, ഹിസ്റ്ററിയെ, ചരിത്രത്തെ അവതരിപ്പിക്കുകയും കൂടി വേണം ഇതിഹാസത്തിൽ. പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത്തെ, പ്രചക്ഷത്തെ പറയുന്നു. അപ്പോൾ ഇതാണ് ഇതിഹാസത്തിൻ്റെ ഏറ്റവും ചുരുക്കമായ സൂത്രരൂപത്തിലുള്ള നിർവചനം. ഈ നിർവചനം തന്നെ അനേക വിധത്തിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ സമഗ്രവും സംക്ഷിപ്തവും ബിന്ദുരൂപവുമാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ ഇതിലിപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്നു. ഈ 4 പദങ്ങളും നമ്മുടെ നാട്ടിലെ ഒരു ഏക അർത്ഥത്തിലല്ല പലപ്പോഴും പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇതിഹാസത്തെ സംബന്ധിച്ച ധർമ്മസങ്കല്പം, അർത്ഥസങ്കല്പം, കാമസങ്കല്പം, മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പം, ഇതെല്ലാം എങ്ങനെയാണ് ഇതിഹാസകാരൻ്റെ ദൃഷ്ടിയിൽ? എന്തിനെയാണോ ധരിക്കുന്നത് അത് ധർമ്മം. അപ്പോൾ എന്തിനെയാണ് ജീവികളെല്ലാം ധരിക്കുന്നത്? ജീവികളെല്ലാം ധരിക്കുന്നത് ജീവനെയാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ. ആ പ്രാണൻ്റെ തന്നെ ഏറ്റവും മഹനീയമായ രൂപത്തിന് പറയുന്ന പേരാണ്, അത് ഉപാധികളില്ലാത്ത, നിയന്ത്രണങ്ങളില്ലാത്ത രൂപത്തിന് പറയുന്ന പേരാണ് ആത്മാവ്. ആത്മാവെന്ന് പറഞ്ഞാൽ ആത്മൈവ ബ്രഹ്മേതി. ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ എല്ലാ ആത്മാക്കളുടെയും, അതൊരു തോന്നൽ മാത്രമാണ്, ധാരാളം ആത്മാക്കളുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാ ആത്മാക്കളുടെയും എല്ലാ ജീവൻ്റെയും സന്ധാരണത്തിന്, നിലനിൽപ്പിന് ഉതകുന്ന തരത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ജീവിക്കുന്ന ജീവിത സമ്പ്രദായത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഒരാളുടെ അവകാശത്തിലേക്കോ, ഒരാളുടെ സ്വകാര്യതയിലേക്കോ, ഒരാളുടെ വ്യക്തിപരതയിലേക്കോ, ഒരാളുടെ വിചാരത്തിലേക്കോ, ഒരാളുടെ വികാരത്തിലേക്കോ വിവേകരഹിതമായി മറ്റൊരാൾ ഇടപെട്ടാൽ അത് ധർമ്മത്തിൻ്റെ ലംഘനമാകും. അധർമ്മമാണ്.
അതാണ് ധർമ്മം എന്ന് ഈ പറയുന്നത്. ധർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിർവചനം അനുസരിച്ച് ഈ വ്യക്തി, കാലം, ദേശം, വർണ്ണാശ്രമങ്ങൾ അതനുസരിച്ച് ധർമ്മം മാറുമോ? കാരണം ഭഗവത്ഗീതയിൽ ആണെന്ന് തോന്നുന്നു സ്വധർമ്മയെ നിധനം ശ്രേയ. എന്താണ് ധർമ്മം, എന്താണ് സ്വധർമ്മം? എൻ്റെ ധർമ്മം മാഷധർമ്മം അല്ലായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ വ്യക്തികളനുസരിച്ച്, കാലമനുസരിച്ച്, സംസ്കാരമനുസരിച്ച്, ഈ ആശ്രമ അനുസരിച്ച്, വർണ്ണമനുസരിച്ച് ധർമ്മം മാറുന്നുണ്ട്. ധർമ്മങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ. പക്ഷെ ഇങ്ങനെ മാറ്റം ഉണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം മാനവധർമ്മം എന്ന ഒരു ധർമ്മത്തിൽ ഉൾച്ചേർന്നിരിക്കും. പൊതുവെ ധർമ്മത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് മാനവധർമ്മം എന്ന് വിളിക്കാം. അപ്പോൾ വ്യക്തിധർമ്മമായാലും അത് മാനവധർമ്മത്താൽ നിയന്ത്രിതമാണ്. വർണ്ണധർമ്മമായാലും അത് മാനവധർമ്മത്താൽ നിയന്ത്രിതമാണ്. പുത്രധർമ്മമായാലും പിതൃധർമ്മമായാലും ഭാര്യാധർമ്മമായാലും പതിധർമ്മമായാലും അത് മാനവധർമ്മത്താൽ നിയന്ത്രിതമാണ്. ഇതൊന്നും മാനവധർമ്മത്തെ ലംഘിക്കാൻ പാടില്ല. അപ്പോൾ മാനവധർമ്മത്തിന് കീഴടങ്ങിയാണ് രാജധർമ്മം, പിതൃധർമ്മം, പുത്രധർമ്മം, ഭാര്യാധർമ്മം, പതിധർമ്മം, പുത്രീധർമ്മം തുടങ്ങിയിട്ടുള്ള എല്ലാ ധർമ്മസങ്കല്പങ്ങളും മാനവധർമ്മത്തിന് കീഴടങ്ങി എന്നാൽ മാത്രമേ ആ രാജ്യം ഒരു ധർമ്മരാജ്യമാവുകയുള്ളൂ. അപ്പോൾ മാനവധർമ്മത്തെ ലംഘിക്കുന്ന ഒരു പതിധർമ്മം വന്നാൽ അല്ലെങ്കിൽ പുത്രധർമ്മം വന്നാൽ ആ പുത്രധർമ്മം അനുഷ്ഠിക്കാൻ പാടില്ല. ഏത് പുത്രധർമ്മവും മാനവധർമ്മത്തെ ലംഘിക്കുന്നതാകാൻ പാടില്ല. ഒരു ഭാര്യാധർമ്മവും മാനവധർമ്മത്തെ ലംഘിക്കുന്നതാകാൻ പാടില്ല. ഏത് ക്ഷത്രിയധർമ്മവും ഒരു മാനവധർമ്മത്തെ ലംഘിക്കുന്നതാകാൻ പാടില്ല. അപ്പോൾ എല്ലാം മാനവധർമ്മത്തിന് കീഴടങ്ങി നിൽക്കണം എന്നതാണ് മാനവധർമ്മസങ്കല്പം. ഈ ധർമ്മം പിന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ധർമ്മം ബ്രഹ്മത്തിൽ നിന്ന് തനിയെ ഉണ്ടായതാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് അഖണ്ഡ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാത്തിനും ആധാരമായ അഖണ്ഡ ബോധസ്വരൂപമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളെയും സന്ധാരണം ചെയ്യുക എന്നതാണ്. എല്ലാ പ്രപഞ്ചങ്ങളെയും സന്ധാരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജീവികളോടുകൂടിയ എല്ലാ പ്രപഞ്ചങ്ങളുടെയും നിലനിൽപ്പിന് എന്തെല്ലാം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തത്വങ്ങളും മനുഷ്യൻ പാലിക്കണമോ അതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ധർമ്മം എന്നതുകൊണ്ട് വ്യാസൻ അർത്ഥമാക്കുന്നത്. ഇത് പാശ്ചാത്യ ധർമ്മ സങ്കല്പം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്ലേറ്റോയുടെ ഫിലോസഫി അല്ല അരിസ്റ്റോട്ടലിൻ്റെ ഫിലോസഫി. മഹാഭാരതത്തിൽ നിന്ന് ഒരു ചെറിയ ഡീവിയേഷൻ, ഇതിഹാസത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാമായണം ശംഭുകൻ്റെ ധർമ്മമല്ല തപസ് എന്ന ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശംഭുകവധം നടക്കുന്നത്. അവിടെ ശംഭുകൻ്റെ തപസ് മാനവധർമ്മത്തിന് വിഘാതമായിരുന്നു, അല്ലെങ്കിൽ വിരുദ്ധമായിരുന്നു. ശംഭുവിനെക്കുറിച്ചും ആ ഉപാഖ്യാനത്തെക്കുറിച്ചുമൊക്കെ ധാരാളം തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയിലുണ്ട്. സാധാരണഗതിയിൽ അതൊന്നും പരാമർശിക്കാതെ വിടുകയാണ് പതിവ്. അത് ആളുകളെ പൊള്ളലേൽപ്പിക്കുന്ന അതാണ്. അതിലെ പല പരാമർശങ്ങൾ വന്നതുകൊണ്ട് പലപ്പോഴും രാമായണത്തിന് വ്യാഖ്യാനം ചമയ്ക്കുന്നവരോ രാമായണം പ്രഭാഷണത്തിന് തിരഞ്ഞെടുക്കുന്നവരോ അത് സ്പർശിക്കാതെ വിടുകയാണ് പതിവ്. ഇപ്പം രാമൻ അവതരിച്ചതിൻ്റെ പ്രധാനമായ ഉദ്ദേശം ധർമ്മത്തെ പരിപാലിക്കുകയും ദുഷ്ടനെ നിഗ്രഹിക്കുകയുമാണ്. എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങളെ പരിപാലിക്കുകയും എല്ലാ തരത്തിലുമുള്ള ധർമ്മങ്ങളെ പരിപാലിക്കുകയും എല്ലാ തരത്തിലുള്ള ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയുമാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ടുള്ള ദുഷ്ടനാണ് രാവണൻ. രാവണൻ ഈ ശംഭൂകൻ തപസ് ചെയ്തതിനേക്കാളും ഗംഭീരമായ തപസ് ചെയ്തവനാണ്. രാമൻ അങ്ങനെ വലിയ തപസ്സൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇത്രയും വലിയ ഒരു തപസ്സിയെ ബ്രഹ്മാവിനെയും ശിവനെയും പ്രത്യക്ഷപ്പെടുത്തത്തക്ക വിധത്തിലുള്ള ഗംഭീരവും, വേറൊരു വാക്ക് പറഞ്ഞാൽ ഘോരം എന്ന് തന്നെ പറയാം, ഘോരവുമായ തപസ് ചെയ്തിട്ടുള്ള കഠിനമായ തപസ് ചെയ്തിട്ടുള്ള രാവണനെ നിഗ്രഹിക്കാമെങ്കിൽ രാവണൻ ബ്രാഹ്മണനാണ്. കാരണം വിശ്രവസിൻ്റെ പുത്രനാണ്. വിശ്രവസിൻ്റെ അച്ഛനാണ് പുലസ്ത്യൻ. പുലസ്ത്യൻ ആരിൽ നിന്നുണ്ടായതാണ്? ബ്രഹ്മാവിൽ നിന്നുണ്ടായവനാണ്. അതുകൊണ്ട് ബ്രാഹ്മണനാണ്. അപ്പോൾ ബ്രാഹ്മണനായ രാവണനെ കൊല്ലാൻ അവതരിച്ച രാമന് എന്തുകൊണ്ട് ശംഭുകനെ കൊന്നുകൂടാ? ശംഭുകൻ്റെ തപസ് 3 വിധത്തിലുണ്ട്. 4 കാണിച്ചതല്ല, അത് സാരമില്ല. ശംഭുവിൻ്റെ തപസ് 3 വിധത്തിലുണ്ട്. എല്ലാവരുടെയും തപസ് 3 വിധത്തിലാണ്. ഏത് പ്രവൃത്തിയെയും 3ആയിട്ട് തരംതിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു വിശാലമായ വിഭജന രീതി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുണ്ട്.
ഇതേ താമസികമായ തപസ് ചെയ്തിട്ടാണ് 3 ലോകങ്ങളും പിടിച്ചടക്കണമെന്ന് പറയുന്ന സാമ്രാജ്യത്വ മോഹം രാവണനുണ്ടായി. 3 രാജ്യങ്ങളും അയാൾ കീഴടക്കി. രാജ്യങ്ങൾ കീഴടക്കിയെന്ന് മാത്രമല്ല, 3 ലോകങ്ങൾ കീഴടക്കിയെന്ന് മാത്രമല്ല, 3 ലോകങ്ങളിലെയും സമ്പത്തുകൾ കവർന്നു കൊണ്ടുപോകുന്നു. 3 ലോകങ്ങളിലുള്ള സമ്പത്ത് മുഴുവനും തൻ്റെ സ്വന്തമാക്കുകയും അങ്ങനെ സാമ്രാജ്യാധിപനാവുകയും എന്ന മോഹത്തിൻ്റെ സാധ്യത്തിന് വേണ്ടി അദ്ദേഹം അത് ഉപയോഗിച്ചതിനാൽ രാവണൻ ചെയ്ത തപസ് താമസമായ തപസ്സായിരുന്നു. അത്തരം താമസമായ തപസ്സുകളെ ഒതുക്കുക, നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ശ്രീരാമൻ്റെ ജന്മോദ്ദേശ്യം. അത്തരം താമസമായ തപസ് തന്നെയാണ് ആര് ചെയ്തത്? ശംഭൂകനും ചെയ്തത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ അന്നത്തെ സമൂഹത്തിലെ സ്ഥാനം നോക്കിയിട്ടല്ല. ഇത് ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പത്ത് തല കീഴായി കിടക്കുകയായിരുന്നു. ഏതാണ്ട് ഖരാവ് രൂപത്തിലുള്ള ഒരു തപസ്സായിരുന്നു അത്. ഈശ്വരനെ പിടിച്ചു വെച്ച്, അതായത് വരം കൊടുക്കാൻ ശക്തിയുള്ള ആളിനെ പിടിച്ചു വെച്ച് അധാർമികമായി വരം വാങ്ങുക എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു ശംഭുകൻ്റേത്. അത്തരം തപസ് ചെയ്യുന്ന ആളുകൾ രാവണന്മാരായി വരാനാണ് സാധ്യത. ഇതുപോലത്തെ തന്നെ ശക്തമായ തപസ് ചെയ്ത ആളാണ് ആരും? വസിഷ്ഠനും. അദ്ദേഹം തപസ്സിൻ്റെ ശക്തിയെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മാർഗത്തിലൂടെ ഉപയോഗിക്കുകയല്ലാതെ ഈ 3 ലോകങ്ങളും കീഴ്പ്പെടുത്താനുള്ള സാമ്രാജ്യമോഹം വസിഷ്ഠനുണ്ടായില്ല. അത് വസിഷ്ഠൻ ചെയ്തിരുന്നെങ്കിൽ ശ്രീരാമന് വസിഷ്ഠനെയും കൊല്ലേണ്ടി വരുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ പിന്നിലെ പ്രശ്നം. താമസമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെയും താമസമായ തപസ് ചെയ്യുന്നവരെയും നിഗ്രഹിക്കുക എന്നുള്ളത് ഭഗവാന്റെ അവതാര ഉദ്ദേശ്യമാണ്. ഇപ്പോൾ രാമായണത്തിൽ തന്നെ നമുക്ക് കാണാം, അതിൽ ശബരി പറഞ്ഞു വരുമ്പോൾ അധകൃത സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. പക്ഷേ ശബരിയുടെ ആശ്രമത്തിൽ സന്ദർശിക്കുകയും ശബരി രുചിച്ച് നോക്കിയിട്ട് കൊടുത്ത പഴം അദ്ദേഹം തിന്നുകയും ചെയ്തു. അപ്പോൾ വളരെ പ്രായമായ ഒരു താപസി കടിച്ചു നോക്കിയ പഴം അദ്ദേഹത്തിന് കൊടുത്തിട്ട് യാതൊരു വൈമനസ്യവും കൂടാതെ അത് വാങ്ങിച്ച് കഴിച്ചു എന്ന് പറയുമ്പോൾ ശ്രീരാമൻ്റെ കാലത്ത് നാം ഇന്ന് ധരിക്കുന്ന തരത്തിലുള്ള പട്ടികജാതി, പട്ടികവർഗ, ഈഴവരാതി, പിന്നാക്ക സമുദായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ശംഭുകനെ കൊന്നത് എന്നത് അതിനകത്ത് നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നെ ദശരഥൻ ഒരു പണി ചെയ്തിട്ടുണ്ട്. ശബ്ദവേദി എന്ന് പറയുന്ന ഒരു അമ്പ് ഉപയോഗിച്ചിട്ട്, നമുക്കിപ്പോൾ അത്തരം മിസൈലുകളുണ്ട്. അപ്പോൾ ഇത്തരം മിസൈലുകൾ ഉദ്ദേശിച്ചിട്ടാണ് ശബ്ദവേദി എന്ന അമ്പ് സങ്കല്പിച്ചത് എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷെ എന്നാലും ഭാവനയിൽ അങ്ങനെ സങ്കല്പിക്കാനുള്ള ശക്തി വാൽമീകിക്കുണ്ടായിരുന്നു. ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണ് എന്ന് മുനികുമാരൻ നദിയിൽ നിന്ന് വെള്ളമെടുക്കുന്ന കുടം മുക്കി വെള്ളമെടുക്കുന്നതിൻ്റെ ശബ്ദം കേട്ടിട്ട്, അത് ആന വെള്ളമെടുക്കുകയാണെന്ന് ധരിച്ച് ശബ്ദവേദി എന്ന് പറയുന്ന ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് ശബ്ദമുണ്ടാക്കിയ വസ്തുവിനെയോ ജന്തുവിനെയോ നിഹനിക്കാൻ ശക്തിയുള്ളതാണ് അമ്പ്. അങ്ങനെ ഒരു അമ്പ് അയച്ചിരുന്നു. അതിൻ്റെ പേരാണ് ശബ്ദവേദി. ശബ്ദമുണ്ടാക്കിയ ജന്തുവിനെ വേദിക്കുന്നത്, വേദിക്കുക, മുറിക്കുക. ശബ്ദവേദി എന്ന് പറയുന്ന അമ്പ് വിട്ടു. അത് ചെന്ന് ഒരു മുനികുമാരൻ്റെ മേത്താണ് കൊണ്ടത്. ആ മുനികുമാരൻ യഥാർത്ഥത്തിൽ തപസ് ചെയ്യാൻ അധികാരമില്ലാത്ത സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. വൈശ്യനായിരുന്നു, വൈശ്യമുനിയായിരുന്നു, വൈശ്യമുനികുമാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ വൈശ്യ ദമ്പതികളായിരുന്നു. അപ്പോൾ അവർക്കൊന്ന് തപസ് ചെയ്യാമായിരുന്നു. വൈശ്യന് തപസ് ചെയ്യാൻ അധികാരമില്ല. അപ്പോൾ ആർക്ക് തപസ് ചെയ്യാമെന്നുള്ളതല്ല. മാത്രമല്ല പഞ്ചകൃഷ്ടികൾക്ക് തപസ്സിന് അധികാരമുണ്ടെന്നാണ് ഋഗ്വേദത്തിൽ പറയുന്നത്. പഞ്ചകൃഷ്ടി എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള ജനങ്ങൾ ആണ്. അത് അവരുടെ കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ 5 തരത്തിലുള്ള ജനങ്ങളെ തരംതിരിക്കുന്നത്. അതിൽ വരുന്നത് 5ാമത്തെ വർഗം എന്ന് പറയുന്നത് ഈ ചാതുർവർണ്ണത്തിൽ പെടാതെ വരുന്ന എല്ലാവരും കൂടി ചേർത്തിട്ടാണ് 5ാമതൊരു കൃഷ്ടി ഉണ്ടാക്കിയിട്ട് പഞ്ചകൃഷ്ടി എന്ന് പറയുന്നത്. അവർക്ക് തപസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അത് നിഷേധിച്ചിട്ടില്ല. പിൽക്കാലത്ത് 14ാം നൂറ്റാണ്ടിനോ 10ാം നൂറ്റാണ്ടിനോ ഒക്കെ ശേഷം അത്തരം നിഷേധങ്ങളും ജാതി ചിന്തയും ചാതുർവർണ്ണം ജാതി ചിന്തയാണെന്നും ജാതി വ്യവസ്ഥയാണെന്നും തെറ്റിദ്ധരിച്ച് അതിനെ ഒരു അധപ്പതനം വന്നിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. പക്ഷേ ശംഭൂകനെ നിഹനിച്ചതിൽ ബ്രാഹ്മണരുടെ ഉപദേശം കൊണ്ട് നിഹനിച്ചതല്ല. കാരണം ബ്രാഹ്മണരുടെ ഉപദേശം അങ്ങനെ അംഗീകരിക്കുന്ന ആളല്ല ശ്രീരാമൻ. കാരണം അദ്ദേഹത്തിൻ്റെ ആചാര്യനായ വസിഷ്ഠൻ തന്നെ, ഈ വസിഷ്ഠൻ ആരാണ്? വസിഷ്ഠൻ വ്യാസൻ്റെ അച്ഛൻ പരാശരൻ, പരാശരൻ്റെ അച്ഛൻ ശക്തിയുടെ അച്ഛനാണ് വസിഷ്ഠൻ. അപ്പോൾ വസിഷ്ഠൻ്റെ നപ്താവാണ് വ്യാസൻ. നപ്താവ് എന്ന് വെച്ചാൽ പേരക്കുട്ടിയുടെ മകനാണ്, അല്ലാതെ ഇവരൊന്നും അങ്ങനെ അന്യരായ ആളുകളൊന്നുമല്ല. അപ്പോൾ വസിഷ്ഠൻ്റെ ഗുണങ്ങളെല്ലാം ആരിലുണ്ടാകാൻ സാധ്യതയുണ്ട്? വ്യാസനിൽ
ഉണ്ടാവാൻ സാധ്യത കൊണ്ടാണ്. അതാണ് വ്യാസം വസിഷ്ഠനപ്താരം എന്ന് പ്രാർത്ഥനാശ്ലോകം വരാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സങ്കല്പം അനുസരിച്ച്, സമൂഹ വിഭജനമനുസരിച്ച്, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെയോ 21-ാം നൂറ്റാണ്ടിൻ്റെയോ സാമൂഹിക വ്യവസ്ഥിതി പരിചയിച്ച നാം 5000 വർഷങ്ങൾക്ക് മുമ്പ് ദ്വാപരയുഗത്തിലെ 5000 വർഷങ്ങൾക്കുണ്ടായിരുന്ന ദ്വാപരയുഗത്തിലേക്ക് നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് നമ്മിലേക്ക് അതിക്രമിച്ച് കയറിയ ചിന്തകളെ കൊണ്ടുചെന്ന് ആരോപിച്ചിട്ട് അതിനെ വിമർശിക്കുന്നത് പോലെ മനോഹരമായ ഒരു വിഡ്ഢിത്തം മഹാഭാരത പഠനത്തിൽ വേറെ സംഭവിക്കാനില്ല. അതുകൊണ്ട് ശംഭുവിനെ കൊന്നതിൻ്റെ കാരണം അതല്ല, അദ്ദേഹം താമസമായ തപസ് ചെയ്തതാണ്. തല കീഴായിട്ട് കിടന്ന് തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ആളുകൾക്കെതിരായിട്ട് ചിന്തിക്കുന്നവനാണെന്നാണ് അർത്ഥം. നേരെ നിന്ന് ചിന്തിക്കുന്നവനല്ല, ജനങ്ങൾക്കെതിരായിട്ട് ചിന്തിക്കുന്നവനാണ്. അപ്പോൾ അവൻ തപസ് ചെയ്ത് സിദ്ധി നേടിയെന്നാൽ അവൻ്റെ സിദ്ധി ജനങ്ങൾക്കും രാജ്യത്തിനും രാജാക്കന്മാർക്കും അന്നത്തെ ഭരണ സംവിധാനത്തിനും എല്ലാത്തിനും എതിരായി പ്രയോഗിക്കാൻ ഇടയുണ്ടാകും. ശംഭൂകനിൽ നിന്ന് ജനിച്ചു വരാൻ പോകുന്നത് രാവണനെ പോലെ തന്നെയുള്ള മറ്റൊരു സാമ്രാജ്യമോഹിയായിരിക്കും എന്നതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ ശംഭൂകനെ നിഹനിച്ചത്. അതിന് വേറെ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് മടങ്ങുകയോ വ്യാസൻ ആരാണ്? അങ്ങ് ശംഭൂകൻ്റെ കഥ വിശദീകരിക്കുന്ന അവസരത്തിൽ പറഞ്ഞു, രാവണൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു, കർമ്മം കൊണ്ട് അദ്ദേഹം രാക്ഷസനായി. വ്യാസൻ, വേദവ്യാസൻ, ജന്മം കൊണ്ട് ദളിതനായിരുന്നു, കർമ്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു. വർണ്ണത്തിൻ്റെ അടിസ്ഥാനം ജന്മമോ കർമ്മമോ? വർണ്ണം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തരംതിരിവാണ്. അത് പ്രത്യേകമായി ഭഗവത്ഗീതയെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ അത് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യുക. കൂടുതൽ അതിനകത്തേക്ക് കടക്കാത്തത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നുള്ളതിനെ നാം സാധാരണ വ്യാഖ്യാനിക്കുന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ വ്യാഖ്യാനവും ഭാഷ്യവുമാണ് ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ ശങ്കരാചാര്യരെക്കുറിച്ചും അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ തർക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ നിൽക്കട്ടെ. എന്താണ് ചോദ്യത്തിലെ പ്രധാന ഊന്നൽ എന്തിനാണ്? വർണ്ണം ജന്മാധിഷ്ഠിതമോ? വർണ്ണം സ്വഭാവാധിഷ്ഠിതമാണ്, സ്വഭാവം ജന്മാധിഷ്ഠിതവുമാണ്. അപ്പം അങ്ങനത്തെ പ്രശ്നമുണ്ട്. വർണ്ണം വിവൃത്തേ ഇതി വരണ എന്നാണ്. നിങ്ങൾ ജനിക്കുമ്പോൾ എന്താണോ നിങ്ങൾ കരുതി കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് വരണം. അതിൽ നിന്നാണ് വർണ്ണം എന്നുള്ള ശബ്ദം ഉണ്ടാകുന്നത്. വരണം ചെയ്യുക എന്നതിൽ നിന്നാണ് വർണ്ണം എന്നുള്ള ശബ്ദം ഉണ്ടാകുന്നത്. ജനിച്ചപ്പോൾ നിങ്ങൾ എന്തൊക്കെ വാസനകളുണ്ട്, എന്തൊക്കെ സിദ്ധികൾ ജന്മനാ നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ഒരുത്തൻ ജനിച്ചപ്പോൾ തന്നെ സംഗീതജ്ഞനാവാനുള്ള സിദ്ധിയുള്ളവനായിരിക്കും. എന്ന് വെച്ചാൽ അത് ആയുർവേദ പ്രകാരം പറഞ്ഞാൽ പിത്താധിക്യമുള്ള ശരീരമായിരിക്കും എന്നർത്ഥം. പിത്തൈർ അഗ്നി, അഗ്നിർ സംഗീത എന്നാണ് അഥർവവേദം. ഇപ്പോൾ പിത്തം എന്ന് പറയുന്നത് നമ്മൾ അവനൊരു പിത്തക്കാടിയാണെന്ന് പറയില്ലേ, അത് നമുക്കതിൻ്റെ അർത്ഥം അറിഞ്ഞിടാത്ത പറയുന്നത് കൊണ്ടാണ്. പിത്തം എന്ന് വെച്ചാൽ അഗ്നിയുടെ പര്യായമാണ് വേദത്തിൽ. അപ്പോൾ പിത്ത സ്വഭാവമുള്ളവനാണ് പാട്ട് പഠിക്കാൻ എളുപ്പം. അവൻ്റെ സ്വരമാണ് നന്നായിരിക്കുക. സിദ്ധികൾ നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ഇപ്പം സംഗീതജ്ഞനെ പശു കറവയ്ക്ക് നിയോഗിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ ചില സംഗീതജ്ഞന്മാർ പഠിച്ചപ്പോൾ തൊഴുത്തിൽ നിന്ന് പശുവിനെ കറന്നു തൊഴുത്തിൽ പശുവിനെ അഴിച്ചു കിട്ടിയെന്നൊക്കെ അവരുടെ ചില ആത്മകഥയിലും അവരുടെ പരാമർശത്തിലൊക്കെ കാണാം. പക്ഷേ അങ്ങനെ ഒരു ആചാര്യനെ നിയോഗിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അത് തൊഴിലാക്കാൻ പാടില്ല. അപ്പോൾ അവൻ്റെ ആ വാസന നഷ്ടപ്പെട്ടു പോകാതെ സമൂഹത്തിന് ലഭിക്കത്തക്ക വിധത്തിൽ സംവരണം ചെയ്തു വയ്ക്കണം. ആ വാക്കിൽ നിന്നാണ് വർണ്ണം, ആ ശ്രമത്തിൽ നിന്നാണ് വർണ്ണം എന്നുള്ള വാക്കുണ്ടായത്. നാം ധരിക്കുന്ന അർത്ഥത്തില്ല, അത് നിറം എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോൾ വർണ്ണമെന്ന് പറഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള സിദ്ധികളാണോ ഒരുത്തൻ ഗണിതശാസ്ത്രജ്ഞനായിരിക്കും, കണക്ക് പഠിക്കാനായിരിക്കും അവന് സാമർഥ്യം. അപ്പോൾ കണക്ക് പഠിക്കാൻ ജന്മസിദ്ധമായ വാസന കാണിക്കുന്നവനെ ഭാഷ പഠിക്കാൻ വിടരുത്. ഭാഷ പഠിക്കാൻ ഈ മസ്തിഷ്കത്തിൻ്റെ പ്രീ ഫ്രണ്ടൽ ലോഗ് എന്ന് പറയുന്ന ഭാഗം നന്നായി വികസിച്ചിരിക്കുന്നവനാണ് ഭാഷ പഠിക്കാനുള്ളത്, സിദ്ധിയുള്ളത്. മസ്തിഷ്കത്തിൻ്റെ പിൻഭാഗം കൊണ്ടാണ്, പിൻഭാഗ മസ്തിഷ്കം കൊണ്ടാണ് ഗണിതശാസ്ത്രം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങളെല്ലാം പഠിക്കുന്നത്. അപ്പോൾ അവന് ഭാഷ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. മറ്റേ ആൾക്ക് ശാസ്ത്രങ്ങൾ പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശാസ്ത്രം പഠിക്കാൻ താല്പര്യമുള്ളവനെ ശാസ്ത്രം പഠിക്കാനും, ഭാഷകൾ പഠിക്കാൻ താല്പര്യമുള്ളവനെ ഭാഷകൾ പഠിക്കാനും, സാമൂഹിക ശാസ്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവനെ സാമൂഹിക ശാസ്ത്രങ്ങൾ പഠിക്കാനും നിയോഗിക്കണം എന്നതാണ് ഈ വർണ്ണ സിദ്ധാന്തത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും മഹനീയമായ ലക്ഷ്യവും ഉദ്ദേശവും. അപ്പോൾ ഭാരതീയ സംസ്കാരത്തെ അടിക്കാനുള്ള ഏറ്റവും കഠിനമായ ഒരു ഇരുമ്പോടി
ഒരു ഇരുമ്പ് കൂടം, ഉരുക്കു കൂടം എന്ന നിലയിലാണ് ഇപ്പോൾ വർണ്ണം എന്നുള്ള വാക്ക് ആളുകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വർണ്ണം എന്നതിന് യഥാർത്ഥത്തിൽ ആ അർത്ഥമില്ല. വ്യാസൻ്റെ വർണ്ണം. വ്യാസൻ അങ്ങനെ ചോദിച്ചിരുന്നു അല്ലേ? വ്യാസൻ്റെ അമ്മ സത്യവതി ദാശരാജാവിൻ്റെ വളർത്തുമകളാണ്. ദാശരാജാവ് മുക്കു വംശത്തിൻ്റെ രാജാവാണ്. അങ്ങനെ തന്നെയാണത് മഹാഭാരതത്തിൽ പറയുന്നത്. മഹാഭാരതത്തിൽ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് നിഷാദൻ എന്നാണ്. നിഷാദൻ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിൽ മുക്കുവൻ എന്ന അർത്ഥത്തിൽ, മീൻപിടുത്തക്കാരൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. വെറുതെ കാട്ടാളൻ എന്നുള്ള അർത്ഥമല്ല നിഷാദൻ എന്നതിനുള്ളത്. സത്യവതിയെ ഇദ്ദേഹത്തിന് കിട്ടിയത് ഒരു വലിയ മീനിനെ പിളർന്നപ്പോൾ ആ മീനിൻ്റെ വയറ്റിൽ നിന്ന് 2 കുട്ടികളെ കിട്ടി. ഒരു രാജാവിന് 2 കുട്ടികളെ കിട്ടി. അതിലെ ഒരു കുട്ടിയെ മക്കളില്ലാത്ത ഒരു രാജാവിന് വളർത്താൻ കൊടുത്തു. ആൺകുട്ടിയെ, ഒന്നാണും ഒന്ന് പെണ്ണുമായിരുന്നു. പെൺകുട്ടിയാണ് സത്യവതിയെ, കാളി എന്ന പേരിൽ സത്യവതിയായിട്ട് ദാശരാജാവിൻ്റെ വളർത്തുപുത്രിയായി വളർന്നത്. ഇവർ 2 പേരും ഉപരിചര വസുവിൻ്റെ മക്കളാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതുകൊണ്ട് മുക്കുവന്മാരിൽപ്പെട്ടവരല്ല. സത്യവതി മുക്കുവ വംശത്തിൽപ്പെട്ട ആളല്ല. മുക്കുവ വംശത്തിൽ അവരുടെ സംസ്കാരത്തിനനുസരിച്ച് വളർന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ സത്യവതിയിൽ പരാശരന് ജനിച്ച സന്തതിയാണ് വ്യാസൻ. പരാശരൻ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന്മാർക്ക് കുട്ടികൾ ജനിക്കുന്നതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമമുഖാന്തരം നിരോധിക്കാമെങ്കിലും പറഞ്ഞു വരുമ്പോൾ ബ്രാഹ്മണൻ്റെ മകനാണ്. അല്ലാതെ അദ്ദേഹം ഒരു അധകൃത ജാതിക്കാരനായിരുന്നുവെന്നോ താഴ്ന്ന വംശത്തിൽ ജനിച്ചവനായിരുന്നുവെന്നോ എന്നതിന് തെളിവ് മഹാഭാരതത്തിൽ നിന്ന് ലഭ്യമല്ല.